പോരുന്നോ എൻ്റെ കൂടെ? ഹൃദയത്തിൽ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശനോട് ചോദിച്ച പോലെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ബൺ പൊറോട്ട കഴിക്കാൻ കൂടുന്നോ? നമ്മുടെ നാട്ടിൽ തന്നെയില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. ബൺ പൊറോട്ട ജന്മം കൊണ്ട മധുരയിൽ നിന്ന് കഴിക്കുന്നത്ര വരുമോ മറ്റെവിടെ നിന്നെങ്കിലും കഴിക്കുന്നത്? മധുരയിലെത്തിയതും നേരെ പോയത് ബൺ പൊറോട്ട കഴിക്കാനാണ്. കടയിലെത്തിയതും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. എല്ലാ ടേബിളിലും ബൺ പൊറോട്ട കഴിക്കാൻ എത്തിയവരാണ്. കഴിക്കും മുൻപ് ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത് ആദ്യമൊന്ന് കാണാമെന്ന് കരുതി. അടിച്ചു പരത്തിയ മാവ് ചുരുട്ടി നെയ്യപ്പത്തിൻ്റെ വലുപ്പത്തിൽ പരത്തും. ശേഷം നടുഭാഗം കുഴിഞ്ഞ വലിയ കല്ലിലേക്ക് ഓയിലൊഴിച്ച് ചൂടാക്കും. ചെറുതായി പരത്തിവെച്ച ബൺ പൊറോട്ടകൾ ഓരോന്നായി ചട്ടിയുടെ വശങ്ങളിൽ വട്ടത്തിൽ നിരത്തിവെക്കും. എന്നിട്ട് കല്ലിൻ്റെ കുഴിയുള്ള ഭാഗത്തേക്ക് കൂടുതൽ ഓയിലൊഴിച്ച് ഓരോ ബൺ പൊറോട്ടയും അതിലേക്കിട്ട് വേവിച്ചെടുക്കും. മൊത്തത്തിൽ പൊറോട്ട എണ്ണയിലൊന്ന് മുങ്ങിക്കുളിക്കും. ശേഷം അട്ടിക്കങ്ങനെ എടുത്തു വയ്ക്കും. ഉണ്ടാക്കിയത് കണ്ടപ്പോഴേക്കും കഴിക്കാനുള്ള ആഗ്രഹം ഇരട്ടിച്ചു. അപ്പോൾ നമ്മൾ മധുരയിൽ വന്നിട്ട് മധുര ബൺ പൊറോട്ട കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇലയൊക്കെ വന്നു. ഇതാ രണ്ട് അവിടുത്തെ ഗ്രേവിയൊക്കെ ഉണ്ട്. അണ്ണാ ഇത് എന്താ ഗ്രേവി? മട്ടൺ. ഇത് ഇത് നാട്ടുകോഴി ഗ്രേവി, മട്ടൻ ചുക്ക ഗ്രേവി, ഇത് മട്ടൻ കറി. അങ്ങനെ 3 വെറൈറ്റി ഓഫ് കറി നമ്മുടെ മുന്നിലുണ്ട്. ഇതാ എൻ്റെ മുന്നിൽ ബൺ പൊറോട്ട എത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഞാൻ ശരിക്കും മുരിഞ്ഞിരിക്കുകയാണ്. നല്ല നമ്മുടെ ഫ്രണ്ടിൽ മട്ടൻ കറിയുണ്ട്. അപ്പോൾ മട്ടനിൽ പിടിച്ച് തുടങ്ങാം. അരുണേ തുടങ്ങിക്കോ. ഓ ചൂട് കാരണം അത് എടുക്കാൻ പറ്റില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം മട്ടനും പൊറോട്ടയും കൂടി ആകുമ്പോൾ അതൊന്നും പറയണ്ടല്ലോ. മട്ടൻ കറി, നാട്ടുകോഴി ഗ്രേവി, മട്ടൻ ചുക്ക, ഇത് തന്നെ മതി ബൺ പൊറോട്ട കഴിക്കാനെന്ന് ചുരുക്കം. പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമാണ് ബൺ പൊറോട്ട. മൈദ, നെയ്യ്, പാൽ എന്നിവയോടൊപ്പം പഞ്ചസാരയും ചേർക്കുന്നതിനാൽ നേരിയൊരു മധുരവുമുണ്ട്. ബൺ പൊറോട്ടയ്ക്കൊപ്പം ആ ഗ്രേവിയും പ്രിയപ്പെട്ടതായി മാറി. 34 வருஷம் ஆச்சு இந்த கடை ஆரம்பிச்சு. மதுரையில் இதான் ஃபஸ்ட்டு பன் பரோட்டா கடை. ஒரிஜினல் பன் பரோட்டா கடை இதான் சொல்லுவாங்க. கேரளாவில் நிறையா பேர் வருவாங்க சாப்பிட பன் பரோட்டா கடை. மீனாட்சிங்களுக்கு வந்தாங்கன்னா மதுரை பன் பரோட்டா சாப்பிட போக மாட்டாங்க. இதோட காம்போ வந்து மட்டன் சுக்கா பன் பரோட்டா, சிக்கன் சுக்கா பன் பரோட்டா. கேரளாவிலேருந்து வர மாதிரி சிக்கன் நல்லா சாப்பிடுவாங்க. சிக்கன் சுக்காவும் பன் பரோட்டாவும். இங்கே வந்து மட்டன் சுக்கா, சிக்கன் சுக்கா, 65, போன்லெஸ், லாலிபப்பு, மெஜ்ரா சிக்கனு, குடல், தலைக்கறி, கறி தோசை, இலை பரோட்டா எல்லாமே ரொம்ப ரொம்ப நல்லாயிருக்கும். ரொம்ப ஃபேமஸாக இருக்குது. மதுரைக்கு வந்துட்டாங்கன்னா பன் போட்டா சாப்பிட போக மாட்டாங்க.